ഹായ് ഡിയേഴ്സ്, നിങ്ങളെല്ലാവരും ഉറങ്ങിക്കാണുമെന്ന് തോന്നുന്നു. ഞാനാണെങ്കിൽ ഇവിടെ ഒരു പർച്ചേസൊക്കെ നടത്തിയിരുന്നു മെനഞ്ഞാന്നാ. അപ്പോൾ വീണ്ടും ഞാൻ കൊല്ലത്ത് പോയൊരു പർച്ചേസ് നടത്തി. ഇത് ഞാനിങ്ങനെ നോക്കി നടന്നതാണ്. ഒരു കോട്ടൺ ഷോളാണെന്ന് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ സ്റ്റഫ് കോട്ടനൊന്നുമല്ല ഗൈസ്. ഇതൊരു വലിയ ഷോളാണ്. ഇതിന് കളറ് പോകാതിരുന്നാൽ കൊള്ളാം. ഞാൻ നിവർക്കുന്നില്ല, വലിയ ഷോളാണ്. ഇങ്ങനെ തലയിൽ കൂടെ ചുറ്റി ഇങ്ങനെ ഇടാം. അപ്പോൾ രസമാണിത്. കാരണം ഞാൻ കുറച്ച് മക്കന വയ്ക്കാനായിട്ട് തുണിയെടുത്ത്, ഒരു പരകെന്ന് പറയുന്നിടത്ത്. അപ്പം ആ തുണിയുമായിട്ട് ഞാൻ പോയി ഗൈസ്. ഒരു സ്റ്റിച്ചിങ് സെൻറ്റർ അവർ എന്നെ കൊല്ലത്ത് കാണിച്ചു തന്നു. അപ്പം ഞാൻ ആ സ്റ്റിച്ചിങ്, ഇത് രണ്ടാമത്തെ ഷോൾ. ഇത് ഞാൻ നോക്കി നടന്ന സംഭവമാണ്, ഡിസൈനുള്ളത്. ഇതും ചുറ്റിയിടാം ഗൈസ്. ഇതും വലുതാണ്. ഇതൊക്കെ വേറെ കടയിലെയാണ്. കണ്ട നല്ല തുഞ്ചത്തിരിക്കുന്നുണ്ടല്ലേ ഷാളിൻ്റെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഷോള് ഇത് നല്ല സൂപ്പറാണ്, അഴിക്കുന്നില്ല. ഇതൊക്കെ ഓണത്തിന് ഇടാനുള്ളതാണ് എനിക്ക്. ഓക്കെ. അങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു തന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ ചെന്നിട്ട് പരകിൽ മക്കനയുടെ തുണിയാണ് എടുത്തത്. തുണി എടുത്തപ്പം എന്താ പറ്റിയത്, തുണി എടുത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോയപ്പോൾ എൻ്റെ തലയിൽ കിടന്ന മക്കനെ അവർക്ക് കൊടുക്കണ്ടോ എന്ന് ഗൈസ്. ഓക്കെ. ഇതും ഡിസൈനുള്ളതാണ്. ഇത് ഇതുപോലത്തെയാണ്. ഇതുപോലത്തെ കളർ വ്യത്യാസമേ ഉള്ളൂ ഗൈസ്. അതാണിത്. ഓക്കെ. അങ്ങനെ ഞാൻ മക്കനെ തയ്ക്കാനായിട്ട് ആ മക്കനയുടെ അളവ് കൊടുക്കണം അവർക്ക്. അപ്പോഴേ അവർ ആ മോഡൽ എംബ്രോയിഡറി ഒക്കെ ഞാൻ മേടിച്ചു കൊടുത്തു, ആ തുണിക്ക് അനുയോജ്യമായ. കാരണം ഞാൻ അറേബ്യയിൽ പോയപ്പോൾ എനിക്ക് ഒരെണ്ണേ മേടിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നല്ല രീതിയിൽ കഫിൻ്റെ പ്രശ്നം വന്നപ്പം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അന്ന് തന്നെ ഞാൻ മദീനയിൽ പോയ സമയത്ത് കാറുകാരൻ്റെ അടുത്ത് പറഞ്ഞു, ഇതെനിക്കൊരു മക്കന വേണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കടയിൽ കൊണ്ട് നിർത്തി. ഹിന്ദിക്കാരൻ്റെ 10 റിയാലിന് ഒരു മക്കന മേടിച്ചതാണ്. ഓക്കെ. അങ്ങനെ മക്കനയുടെ അളവ് കൊടുത്തെത്തിയപ്പം ഇത് കണ്ടോ, ഈ തൊപ്പി, ഇത് മുടി കാണാതിരിക്കാനായിട്ട് തൊപ്പി, ഇത് നമ്മളെ തലയിൽ വെക്കുന്നതാണ്. അപ്പോൾ ഈ തൊപ്പി ഞാൻ മേടിച്ച്, ഇതെൻ്റെ തലയിലുണ്ടായിരുന്നു മക്കനയുടെ കൂടെ തന്നെ. അപ്പോൾ ഈ തൊപ്പി ഇട്ട് ഞാൻ ആ തൈക്കടയിൽ ചെന്നപ്പം അവിടെ ഇതിനൊക്കെ കുറേ തൊപ്പി ഞാൻ മേടിച്ച്. അവിടെ ചെന്നപ്പോൾ അവർ എനിക്ക് അവിടുത്തെ കൊച്ചു പിള്ളേരാണ്, ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിച്ചിട്ട് അവർ ഫാഷൻ ഡിസൈനിങ് പഠിച്ചവരാണ്. നല്ല കൊച്ചു പിള്ളേർ സുന്ദരി കൊച്ച് അതവിടെ ഇരുന്ന് തയ്ക്കുന്നു. ഓക്കെ. പേളൊക്കെ വെക്കുന്നു. അപ്പോൾ അവിടുത്തെ ആ കൊച്ചിൻ്റെ ഹസ്ബൻഡ് എനിക്ക് എടുത്ത് തന്നതാണ് ഗൈസ്. ഇത് അവിടെ വെട്ടിയിട്ട് ബാക്കി വന്ന തുണിയാണ്. ഇത് അവർ തന്നു. ഇത് നമുക്ക് സ്കാർഫായിട്ട് മടക്കി എനിക്ക് ഓട്ടോയിൽ പോയി വേണം പിന്നെ അടുത്ത ഷോള് മേടിക്കാൻ. അപ്പോൾ ഓട്ടോയിൽ കയറാനായിട്ട് അപ്പോൾ എനിക്ക് ഈ തൊപ്പി മാത്രം ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ ഗൈസ്. അതുകൊണ്ട് അവർ ഇത് തന്നതാണ്. അപ്പോൾ ഇത് വെച്ച് ഞാൻ ഷോള് സ്കാർഫ് പോലെ കൊച്ചു പിള്ളേരെ കെട്ടുന്ന കണക്ക് കെട്ടിക്കൊണ്ടാണ് ഈ കടയിൽ വന്നത്. ഈ കടയുടെ പേരെനിക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർ വിചാരിച്ചു, അയ്യോ ഇതെന്തുവായി വരുന്നത്, ഒരു പർദ്ദയും ഇട്ടേക്കുന്നു, ഒരു തൊപ്പി ഇട്ടേക്കുന്നു, ഇങ്ങനൊരു ഷോള് കെട്ടി സ്കാർഫ്. അങ്ങനെ അവർ ചിരിച്ചു ഗൈസ്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു 1000 രൂപയുടെ പർച്ചേസ് അങ്ങ് നടത്തി. 1000 രൂപയുടെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്തോ മേടിച്ചതെന്ന് അറിഞ്ഞൂടി. ഇതൊക്കെയാണ് 1000 രൂപയ്ക്ക്. 2 കൈലി മേടിച്ചായിരുന്നു. അതുകൂടെ കാണിക്കുക ഗൈസ്. ഡാഡിക്കാ, എനിക്കല്ല കേട്ടോ. ഓക്കെ ഗൈസ്, ഇതിൻ്റെ ഡാഡിക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഞാൻ മേടിച്ചതാണ് കിറ്റക്സ് ലുങ്കികൾ, പ്രിൻ്റഡ് ലുങ്കി, 265 രൂപ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് 265 എന്ന് പറഞ്ഞാൽ എനിക്ക് വില കുറച്ച് തരണ്ടേയില്ലേ, അവർ തന്നില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ബില്ല് എൻ്റെ കയ്യിലുണ്ട്. അവർ തന്നെ എനിക്ക് വേണ്ട, അവർ തന്നില്ലേ തരണ്ട. കണ്ട കിറ്റക്സ് ലുങ്കി. ഇത് ഈ കളറെന്ന് പറയുന്നത് ഡാഡിക്ക് വീട്ടിൽ ഉടുക്കാനായിട്ട് എടുത്തതാണ്. ഡാഡി സാധാരണ ഇത് ഉപയോഗിക്കാറില്ല. ഞാൻ പിന്നെ ഒരു വെള്ളയ്ക്കകത്ത് കോളമുള്ള കൈലി എടുത്തു, അത് ഡാഡി എടുത്തു.
പിന്നെ ഇത് കൊണ്ടുപോയിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്നിട്ട് എൻ്റെ ഡാഡിക്ക് എന്നെ കൊടുക്കും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഓണത്തിന് മുമ്പുള്ള പർച്ചേസ്. മീൻസ് ഞാൻ വീണ്ടും ചിലപ്പോൾ അറേബ്യയിലേക്ക് പോകും. അപ്പോൾ എനിക്ക് അന്നേരം ചുറ്റിയിടന്ന് മേടിക്കാൻ വയ്യ ഗായ്സ്. അതുകൊണ്ടാണ് ഇനി നമ്മൾ ഉള്ള പർച്ചേസൊക്കെ കാണിക്കുക. എല്ലാവർക്കും ആരോഗ്യ സൗഖ്യം നേരുന്നു. ഓണത്തിന് മുമ്പേ പോയതുകൊണ്ട് എല്ലാ കാര്യവും അങ്ങ് നടന്നു. അതിൽ നല്ല റഷുണ്ട്. ഇനിയും ഞാൻ വല്ല പർച്ചേസൊക്കെ നടത്താൻ സാധ്യതയുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ. പിന്നെ ഗുരുപ്രസാദിൽ കയറി നല്ല ചൂട് 2 വടയും ഒരു ചായയും കഴിച്ചു. അപ്പോഴേ കുറേ വർഷം മുമ്പ് എന്നെ പരിചയമുള്ള, ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു ടീച്ചറെ കണ്ടു. ടീച്ചറെ നമ്പരൊക്കെ മേടിച്ചു, സംസാരിച്ചു. ഫ്രണ്ട്സ് ഒരുപാട് വർഷം മുമ്പുള്ളതാണ്, 10-20 കൊല്ലം മുമ്പുള്ള ഒരു ഫ്രണ്ടാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സീ യു.